ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയതിൽ ഐ ഗ്രൂപ്പിന് കടുത്ത എതിർപ്പുണ്ട്. തങ്ങളെ അപമാനിച്ചു എന്ന വികാരത്തിലാണ് അബിൻ വർക്കിയും ഐ ഗ്രൂപ്പും ഉള്ളത്. കെ.സി. വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവർക്ക് അമിത പ്രാധാന്യം ലഭിക്കുന്നുവെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആരോപണം. അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളെ കാണും. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷിജോ, ഇത്രയും നാളും അധ്യക്ഷ സ്ഥാനത്ത് ഒരാളില്ല എന്നുള്ളത് വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പോലും നേതൃത്വം നയിക്കാൻ ഒരാളില്ല എന്നുള്ള കാര്യം. ഒടുവിൽ നേതൃത്വത്തിലേക്ക് ഒരാൾ വന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴും വിവാദങ്ങൾ തീരുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ അബിൻ വർക്കി മാധ്യമങ്ങളെ കാണാനിരിക്കുന്നുണ്ട്. അതൃപ്തി പരസ്യമാക്കാൻ തന്നെ ആയിരിക്കും ഉദ്ദേശം. മൃത, ഈ കോൺഗ്രസിന്റെ UDF-ന്റെ നേതാക്കൾ എല്ലാവരും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തങ്ങൾക്കിടയിലില്ല. ഉൾപാർട്ടി ജനാധിപത്യം വലിയ തരത്തിലുള്ള ഒരു സംവിധാനമാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം, അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടും അതിനെയൊക്കെ മുഖവിലേക്കെടുത്തുകൊണ്ടും മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ ഒരു തരത്തിലുമുള്ള ഒരു അഭിപ്രായ വ്യത്യാസം തങ്ങൾക്കിടയിൽ ഇല്ല എന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെയാണ് പറയുന്നതെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും UDF-ൽ നിന്നാണെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്ന് പോലും പല കാര്യങ്ങളിൽ മറനീക്കി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നിലവിൽ ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകും എന്നുള്ള തരത്തിലുള്ള വലിയ പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നതാണ്. എന്നാൽ സാമുദായിക സമവാക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കിയെ മാറ്റി തൃശ്ശൂരിൽ നിന്നുള്ള OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിനകത്ത് ഐ ഗ്രൂപ്പിന് ചെറുതല്ലാത്ത വലിയ തരത്തിലുള്ള അമർഷമുണ്ട്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ പക്ഷം പാർട്ടിയിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഐ ഗ്രൂപ്പിന് അത്ര കണ്ട് അവരെ അങ്ങ് തൃപ്തിപ്പെടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കെ.സി. പക്ഷം വലിയ തരത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ള ഒരു പൊതുവികാരം ഐ ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ തന്നെ പല കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് കെ.സി. പക്ഷക്കാരനായിട്ടുള്ള OJ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയത്. അപ്പോൾ അതിനകത്ത് നേരത്തെ 2 വർഷം മുമ്പ് തനിക്ക് ലഭിച്ച ഒരു പദവി ഒഴിവാക്കിയത്, ആ ഒഴിവാക്കിയ പദവി തന്നെ തനിക്ക് വീണ്ടും തരുന്നു. അങ്ങനെ തരുന്നത് തന്നെ ഒരു ചെറുതാക്കി കാണുകയാണെങ്കിൽ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് അബിൻ വർക്കി പറയുന്നത്. സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചിരുന്ന അബിൻ വർക്കിക്ക് 2 വർഷം മുമ്പ് തന്നെ ദേശീയ സെക്രട്ടറി സ്ഥാനം AICC നേതൃത്വം മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ തനിക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊള്ളാം, അതാണ് തന്റെ ഭാവിക്ക് നല്ലത് എന്നുള്ളൊരു നിലപാടാണ് അബിൻ വർക്കി സ്വീകരിച്ചിരുന്നത്. അപ്പോൾ 2 വർഷം മുമ്പ് തന്ന സ്ഥാനം താൻ അത് നിരസിച്ചപ്പോൾ അത് തന്നെ വീണ്ടും തനിക്ക് തരുന്നത് തന്നെ ചെറുതാക്കി കാണിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള ഒരു വികാരമാണ് അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ളത്. ഇതിപ്പോ ഈ പറയുന്ന സാമുദായിക സമവാക്യത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഇത്രയും സമയമെടുത്തു പുതിയൊരു അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ. ഈ സമയം അത്രയും കോൺഗ്രസ് എന്തായിരുന്നു ആലോചിച്ചത്, എന്തെല്ലാം ചർച്ചകൾ ആ സംഘടനക്കകത്ത് നടന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോൾ ഷിജോ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ ആളാണ്. 2 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയ ഒരാളാണ് അബിൻ. അപ്പോൾ അബിനെ മറികടന്ന് അന്ന് തെരഞ്ഞെടുപ്പിൽ 4ാം സ്ഥാനത്തെത്തിയ OJ ജനീഷിനെ പാർട്ടി പരിഗണിച്ചെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ അവിടെ സ്വാധീന ശക്തിയായിട്ടുണ്ട്. OJ ജനീഷ് എന്ന ഈഴവ വിഭാഗത്തിൽപ്പെട്ട തൃശ്ശൂരുകാരനായ ഒരാളിലേക്ക് എങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കി. സൂചിപ്പിക്കുന്ന ഈ ആരോപിക്കപ്പെടുന്ന പോലെ കെ.സിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കപ്പെടുന്നു പുതിയ കാലത്ത് കോൺഗ്രസിൽ എന്ന വാദത്തിന് ബലം കൂട്ടുന്നുണ്ടോ ഈ പുതിയ തീരുമാനം? സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് തന്നെയുള്ള ഒരു വികാരം തന്നെയാണ്. കെ.സി. പക്ഷം വലിയ തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീന ശക്തികളായി മാറുന്നുണ്ട് എന്നുള്ള ഒരു വികാരം ഈ അടുത്ത കാലത്തൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ കാലം കുറേയായിട്ട്, ഏതാണ്ട് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അത്തരം ഒരു വികാരം കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾക്കിടയിലുണ്ട്. കാരണം കെ.സി. പക്ഷം പലതരത്തിൽ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുകയും അവരുടെ ഇഷ്ടക്കാര് ഈ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരികയും ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ കെ.സിയുടെ പക്ഷക്കാരനായിട്ടുള്ള OJ ജനീഷ് ഈ പറയുന്ന സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കെ.സിയുടെ ഒരു പറയുന്ന അല്ലെങ്കിൽ ഒരു അധികാര കേന്ദ്രമായി മാറുന്നു എന്നുള്ള വികാരം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടാകും. സംഘടനാ തെരഞ്ഞെടുപ്പിൽ 4ാം സ്ഥാനത്ത് വന്ന ആൾ കൂടിയാണ് OJ ജനീഷ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനാകുന്നു എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും അതിനകത്ത് കെ.സിയുടെ ഒരു പേരിലേക്കാണ് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ 4ാമത് വന്ന ഒരാൾ, കെ.സിയുടെ ഇഷ്ടക്കാരനായിട്ടിരുന്ന ഒരാൾ, അങ്ങനെ ആ പേരുകാരനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ളത്. അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം
കോൺഗ്രസിനകത്ത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ്, സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം എന്ന് ആവർത്തിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി പറയുന്ന സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്ത്, സംഘടനയ്ക്കുള്ളിൽ ഒരു ജനാധിപത്യം ആ രീതിയിൽ മുമ്പോട്ട് പോട്ടെ, സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ വരട്ടെ എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് കേരളത്തിനകത്ത് ഒരു സാമുദായിക സമവാക്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനകത്ത് കാണേണ്ടി വരും. അപ്പോൾ സാമുദായിക സമവാക്യത്തിന്റെ പേരിലാണ് അബിൻ വർക്കിയെ, അതായത് നേരത്തെ ഈ പറഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് നേടി 2ാം സ്ഥാനത്ത് വന്ന അബിൻ വർക്കിയെ പരിഗണിക്കുന്നതിന് പകരം 4ാം സ്ഥാനത്ത് വന്ന ഈ പറയുന്ന OJ ജനീഷിനെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് KCയുടെ താല്പര്യമുണ്ട്, അതിനും അപ്പുറത്തേക്ക് ഈ സാമുദായിക സമവാക്യവുമുണ്ട്. അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന OJ ജനീഷിനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കിയതിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. എന്തായാലും ഇതിനകത്ത് ഐ ഗ്രൂപ്പിനുള്ള വലിയ അതൃപ്തി ഇപ്പോൾ തന്നെ പ്രകടമായിട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായിരിക്കാം ഒരുപക്ഷെ അബിൻ വർക്കി ഇന്ന് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നത്. അങ്ങനെ മാധ്യമങ്ങളെ കാണുമ്പോൾ അബിൻ വർക്കിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മനോവിഷമം അല്ലെങ്കിൽ ആ അതൃപ്തി അബിൻ വർക്കി തുറന്നു പറയുമോ എന്നുള്ളത് കൂടി ആകാംക്ഷയാണ്. കാരണം 2 മാസത്തോളം അല്ലെങ്കിൽ ഏതാണ്ട് 3 മാസത്തിനടുത്ത് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതെ ഇരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളടക്കം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളോട്, സർക്കാരിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസിന്റെ യുവജന സംഘടനയ്ക്ക് നേതൃത്വം ഇല്ലാതെ